ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മോർണിംഗ് അവിടെ നിന്ന് എണീച്ച് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലാണിട്ടുള്ളത്. അതായത് ന്യൂയോർക്കിലേക്ക് വന്നു. ന്യൂയോർക്കിൽ തന്നെ ലോങ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ആക്ച്വലി അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ആള്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആളെനിക്ക് കുറേ ഫുഡൊക്കെ മേടിച്ച് തന്നു. അതായത് ഇന്ത്യൻ ഹോട്ടലിൽ നിന്ന് എനിക്ക് ഇവിടെ തന്നു വിട്ടു. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. ഞാൻ വീഡിയോ എടുത്തില്ല. എന്നെ തന്നെ പറയാണ്ട് പായസവും ബിരിയാണിയും കുറേ ഫുഡൊക്കെ എനിക്ക് മേടിച്ച് തന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഞാനപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലോങ് ഐലൻഡിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ എന്താ പറയുക വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അവരിവിടെ സെറ്റിൽഡാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഇവിടുത്തെ സിറ്റിസൺ ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ പാസ്പോർട്ടല്ല, അവർക്കെല്ലാം US പാസ്പോർട്ട് ഉള്ള ആൾക്കാരാണ്. ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ ഓൾമോസ്റ്റ് ഞാൻ കണ്ടുമുട്ടി എല്ലാവരും. ഇന്ന് തന്നെ പിക്ക് ചെയ്യാൻ വന്ന എൻ്റെ ഫ്രണ്ടാണെങ്കിലും ആളും ഇവിടുത്തെ സിറ്റിസൺ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെയാണ് ലോങ് ഐലൻഡിൽ ഇവിടെ താമസിക്കുന്നത്. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. എൻ്റെ ഡാഡീൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം. ഞാൻ വീടിനുള്ളിൽ കയറട്ടെ. പുറത്ത് ഇന്നൊരു ക്ലൗഡി ക്ലൈമറ്റ് ആണ്, പക്ഷെ ഇന്ന് അധികം മഴയില്ല കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, എവിടെ പോയി? ഹലോ, ഹായ് ഹായ്. പേര്? താങ്ക് യു. കൃഷ്ണദാസ് അല്ലേ? എൻ്റെ ഡാഡീൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. എവിടെ നിങ്ങൾ ഏത് വർഷത്തിൽ എവിടെ പഠിച്ചത്? ഓക്കെ, BSc ബോട്ടണിയാണ് എൻ്റെ ഡാഡി പഠിച്ചത്. അപ്പോൾ എൻ്റെ ഡാഡീൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഏകദേശം 3 വർഷം അല്ലേ? 3 വർഷത്തെ കോഴ്സാണോ? 3 വർഷം, 84 വരെ. ഓക്കെ, NS കോളേജ് ഒറ്റപ്പാലം എൻ്റെ നാട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട് അമ്പലപ്പാറയാണെങ്കിലും പറളിയല്ലേ നാട്ടില്? ഓക്കെ, ഹായ് ആൻറ്റി. ഇത് ആളുടെ വൈഫാണ്, മിനി എന്നാണ് പേര് അല്ലേ? നാട്ടില് നിലമ്പൂരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വർഷമായി US? 2005 മുതൽ. എങ്ങനെ പോകുന്നു ഇവിടുത്തെ ലൈഫ് എല്ലാം? ഓക്കെ, അടിപൊളി. ഓക്കെ, ഇവർക്കൊരു മോനും കൂടെ ഉണ്ട്. മോന് എവിടെയോ പഠിക്കാൻ പോയേക്കുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഡാഡീൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ. ഡാഡി ഭയങ്കര കോമഡി ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പോഴും, വീഡിയോസ് ഇല്ല, ഫോട്ടോസ് എല്ലാം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിതേ കാണിച്ചു തരാം. എന്താ എൻ്റെ ഡാഡീൻ്റെ ഇതിൽ ണ്ടോ, ഇവരുടെ കോളേജിൽ നിന്ന് ഇവര് ടൂറ് പോയതാണ്. എവിടേക്കാ പോയത്? ഊട്ടിയിലേക്ക് അല്ലേ? ഊട്ടിയിലേക്ക് 45 വർഷം മുന്നുള്ള എൻ്റെ ഡാഡീന്റെ ഫോട്ടോ കേട്ടോ. അതായത് ഇതാണ് എൻ്റെ ഡാഡി പണ്ട് ഊട്ടിയിലേക്ക് പോയപ്പോഴുള്ള ഫോട്ടോ ആണ്. ഇതാണ് അങ്കിളല്ലേ, കൃഷ്ണദാസ് അങ്കിൾ ഇതാണ് അല്ലേ? ഇതല്ലേ? ഓക്കെ, 45 വർഷം മുന്നുള്ള ഫോട്ടോ അവരുടെ ഇപ്പോഴും ഫോട്ടോ കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. അവരന്ന് കോളേജിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂറ് പോയപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. 45 വർഷം മുന്നേ ഒന്ന് ആലോചിക്കണം. എന്നിട്ടും അതേപോലെ ഓർമ്മയ്ക്ക് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഡാഡിയുടെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഡാഡീൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതെൻ്റെ ഡാഡി. ഒരു മിനിറ്റ്, ഞാൻ ഇതവിടെ വെക്കട്ടെ. ഈ കാണുന്നതാണ് എൻ്റെ ഡാഡി. പണ്ടത്തെ ഡാഡിയാണ്. അല്ല, പണ്ടത്തെ ഡാഡിയല്ല, ഇത് കോളേജിൽ പഠിക്കുമ്പോ ഇപ്പത്തെ ഡാഡി തന്നെയാണ്. ഇത് 45 വർഷം മുന്നേ എൻ്റെ ഡാഡി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതില് അങ്കിളുടെ ഫോട്ടോ ഏതാ? ഇതാണോ? ഇത് ഓക്കെ, എല്ലാം പല ടൈമില് ഫോട്ടോസ് അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഏതോ ഒരു എക്സാമിന് പോകുമ്പോൾ എന്റെ ഹാൾ ടിക്കറ്റിന് എടുത്ത ഫോട്ടോ ആണ്. ഓ, അതാണ് മറ്റേ സിഗ്നേച്ചർ എല്ലാം കാണുന്നുണ്ടല്ലേ? ഓ, അടിപൊളി. ഓക്കെ, അടിപൊളി. പിന്നെ ഇവര് ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ഈ ഫോട്ടോയില് എൻ്റെ ഡാഡി ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഓക്കെ, എൻ്റെ ഡാഡി ഇട്ടേക്കുന്ന സ്വെറ്റർ അത് കൃഷ്ണദാസ് അങ്കിളുടെ ആണ്. അപ്പോൾ ആ സ്വെറ്റർ ഇപ്പോഴും അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് അത്ഭുതം. ഞാൻ അത് കണ്ടിട്ടതേ എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ വണ്ടറായിട്ട് നിൽക്കുവാണ്. അതായത് ഇതിപ്പോ അവര് മേടിച്ചതുപോലെ ഇരിക്കുവാണ് അല്ലേ? ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നാണ് അപ്പം ഞാൻ ആലോചിക്കുന്നത്. ഏത് ബ്രാൻഡാണ് അപ്പോൾ? അതായത് പണ്ടത്തെ കാലത്ത് ബ്രാൻഡ് പോലും അങ്ങനെ ഇല്ലാത്ത കാലത്ത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പുതിയത് പോലെ ഇരിക്കുന്നുണ്ട്. അതായത് കൃഷ്ണദാസ് അങ്കിളിന്റെ എൻ്റെ ഡാഡി ഇട്ട് ആ ഫോട്ടോയിൽ എൻ്റെ ഡാഡിയാണ് ഇത് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി വേറെ കുറേ ആൾക്കാർ അല്ലേ ക്ലാസ്സിൽ പഠിക്കുന്ന ആകെ 4 ബോയ്സ് ഉള്ളൂ എന്നാണ് പറയുന്നത്.
മൊത്തം ക്ലാസ്സിൽ 17 പേരോ? 17 പേര്, 4 ബോയ്സും 5 ബോയ്സ്, 5 ബോയ്സും മാറി മാറി ഇടും. അന്നത്തെ കാലത്ത് അവര് ഊട്ടിയിലൊക്കെ പോയപ്പോ ഇട്ട സംഭവം അവര് ഇതേപോലെ എടുത്തു വെച്ചിട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പണ്ടത്തെ എല്ലാം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? പിള്ളേരുടെ ഡ്രസ്സ്, മോന്റെ, അതായത് മോൻ ആദ്യമായിട്ട് ജനിച്ചപ്പോ ഇട്ട ഡ്രസ്സൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടിപൊളി. പഴയ ആ ഒരു സംഭവം അതേപോലെ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ ശരിക്കും അത് എനിക്ക് തന്നെ അതെന്തോ ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടപ്പോ. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഡാഡിന്റെ പഴയ ഫോട്ടോ, ഞാൻ എവിടെയോ ഒരു ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ടൂറ് പോയതിന്റെ, എനിക്ക് തോന്നുന്നു എന്റെ ഡാഡിന്റെ കല്യാണ ആൽബം ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഞാൻ ആ പഴയ ഫോട്ടോ ഡാഡിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുമില്ല ടൂറ് പോയപ്പോഴുള്ള ഫോട്ടോ ഒക്കെ. എന്തായാലും താങ്ക് യു, ഇതൊക്കെ ഇപ്പോഴും എടുത്തു വെച്ച് സൂക്ഷിക്കുന്നോണ്ട് ഭയങ്കര ഹാപ്പി. ഇത് അവരുടെ കോളേജിലെ ക്ലാസ് ഫോട്ടോ ആണ് കേട്ടോ, നോക്കി, അടിപൊളി. ഈ കാണുന്ന മത്തൻ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, നോക്ക്. ശരിക്കും ഇതിന്റെ സൈസ് ഞാൻ എൻ്റെ കൈ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത് എത്ര വലുതാണെന്നുള്ളത്. കണ്ടോ, എൻ്റെ കൈ ഇത്രേ ഉള്ളൂ, അതിനെക്കാട്ടിലും വലുതാണ്. നോക്ക്, 2 സൈഡിലേക്കും. ഇതെങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കും? ഇത്രയും വലുത് എത്രയോ പീസായി കട്ട് ചെയ്യണം. ആക്ച്വലി 2 കളറിലാണ് ഇതുള്ളത്, പക്ഷെ 2 ഒരു വള്ളിയിൽ തന്നെ ഉണ്ടായിന്ന് ഇവര് പറയുന്നത്. ഇത് കുമ്പളങ്ങ അല്ലേ? കുമ്പളങ്ങ. പക്ഷെ നമ്മളെ നാട്ടിലെ ടേസ്റ്റ് ആ സെയിം മത്തന്റെ സെയിം ടേസ്റ്റ്, കളർ വ്യത്യാസത്തിൽ എന്തെങ്കിലും ടേസ്റ്റ് മാറും? ടേസ്റ്റ്. പക്ഷെ ഇതെന്താ 2 കളറായിട്ട് വന്ന്? അത് നോക്ക്, പക്ഷെ ഷേപ്പില് സൈസ് മാറ്റമുണ്ട്. കളർ ഉണ്ടോ? കളർ മാറുമ്പോ ഷേപ്പും മറന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇത് സാധാ നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം ഇത്രയും ഇല്ല. നമ്മുടെ നാട്ടില് ചില മത്തനെ ഉണ്ടാവും ഇത്ര കറക്റ്റ്, നമ്മുടെ നാട്ടില് അത്യാവശ്യം വലുതുള്ളത്. നോക്ക്, ഇത് ഭയങ്കര വലുതാ. തീരൂല, എന്തോരാ. നിങ്ങളാകെ ഇവിടെ 3 പേരല്ലേ ഉള്ളൂ. കുമ്പളങ്ങ പക്ഷെ ഭയങ്കര ചെറുത് അല്ലെ? ഇത് ആക്ച്വലി ബേസ്മെന്റ് ആണ് കേട്ടോ അല്ലെ? ഇവിടെ ഉള്ള യൂറോപ്പിലാണെങ്കിലും US നല്ല കാര്യമല്ലേ അത്? 2 നില വീടായിരിക്കും, പക്ഷെ താഴേക്ക് 1 നില ഉണ്ടാവും. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത്. സാധാരണ വൈനൊക്കെ കുറെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ അതെ, ഓക്കെ. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ വീടുകളിൽ ഇങ്ങനെ വൈന് സ്റ്റോർ ചെയ്യുന്നത്. അതിന് ഇതുപോലത്തെ ഒരു ട്രേയില് ഫുൾ ഇങ്ങനെ നിർത്തി പലതരത്തിലുള്ള വൈനെല്ലാം കാണാറുണ്ട്. ശരിക്കും ആൾക്കാര് ബേസ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിനാ പണ്ടെല്ലാം? ഓക്കെ, ഒരു നിലയായിട്ട്, അതായത് താഴത്തേക്കാന്നുള്ളൂ. ഇതുപോലെ എബവ് ഗ്രൗണ്ട് വിൻഡോ ഉണ്ടെങ്കിൽ താമസിക്കാൻ പറ്റും, ലിവിംഗ് സ്പേസ് ആയിട്ട്. സ്റ്റോർ റൂം ആക്കി. പൊതുവെ ഞാൻ മലയാളീസിന്റെ വീട്ടിൽ അങ്ങനെ കണ്ടു, താഴേക്ക് സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇതുപോലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അടിപൊളി. വീട്ടിൽ നിന്ന് നമ്മളിപ്പോ ലോങ് ബീച്ചിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരുപാട് ക്രൗഡ് ഉണ്ടാവില്ല. പക്ഷെ സമ്മർ ആയിട്ടുണ്ടെങ്കിൽ മൊത്തം ക്രൗഡായിരിക്കും അല്ലേ? മൊത്തം ഫുൾ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പൊ ക്ലൈമറ്റ് പിന്നെ ഒരു വെളിച്ചെങ്കിലും ഉണ്ട്. രാവിലെയൊക്കെ മഴയായിരുന്നു. രാവിലെ മഴ ഉണ്ടായില്ലേ ഇവിടെ? അതെ, ഞാൻ നിന്ന സ്ഥലത്ത് ഫുള്ള് മഴയായിരുന്നു. ഇന്നലെ രാത്രി, ഇന്നലെ ഫുള്ള് മഴ. ഇന്നലെ ഞാൻ ടൈംസ് സ്ക്വയർ വന്നപ്പോഴും അവിടെയും മഴയായിരുന്നു, ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് രാത്രി വന്നു, രണ്ട് പിറ്റേ ദിവസത്തെ ഒരു ഡേ ഇല്ലേ, ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആദ്യം ചെറി ബ്ലോസം കാണാൻ മാത്രം പോയി, വേറെ എവിടെയും പോയിട്ടുണ്ടായില്ല. അന്ന് അടിപൊളിയായിരുന്നു, മൊത്തം നല്ല ബ്രൈറ്റ് ആയിരുന്നു. അതെ, പക്ഷെ കുറച്ചും കൂടെ ഇപ്പൊ അത്ര ഇതല്ല. ഷിപ്പെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചിങ്ങനെ ക്ലൗഡി ആയിട്ടുള്ളത് കണ്ടോ. ഈ സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കുക അല്ലേ? ആരും ഇല്ല ഈ ടൈം ആയതുകൊണ്ട്. ലോങ് ആയിട്ട് കിടക്കുന്നു, അതുകൊണ്ടാണോ ലോങ് ബീച്ച് ആയത്? പിന്നെ അത്രയുണ്ട്. ഇത് നടന്ന അപ്പൊ തീരൂല. ഓക്കെ, അത്രയും ദൂരം ഉണ്ട്, അതാണപ്പോ ലോങ് ബീച്ച് ആണപ്പോ. ഇത് ലോങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് അവിടെയാണ്, അതും ലോങ് ആയിട്ട് കിടക്കുകയാണ്. ബിൽഡിങ്സ് ആണെങ്കിലും ഒരേപോലെയൊക്കെ തന്നെ ഉണ്ട്. നമ്മളപ്പോൾ വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? നമ്മൾ മാർക്ക് ചെയ്തിടണം നമ്മൾ മാപ്പിൽ എവിടെ ഇട്ടേന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ എത്ര കിലോമീറ്റർ പോയാലും നമ്മൾ ലോസ്റ്റ് ആയി പോകും. ഈ വഴിയിൽ നമുക്ക് സൈക്കിൾ ചെയ്യാം കേട്ടോ. അതാണ് ഈ സൈക്കിളിൻ്റെ ഇത് വെച്ചേക്കുന്നത്. ഇത് മൊത്തം മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള
ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്താണ്. നടക്കുന്നത് സാധാ പോലെ സിമെൻ്റ് ഇട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോ, ആൾക്കാർ സൈക്കിൾ ചെയ്ത് പോകുന്ന റൂട്ടാണത്. നമുക്കിത് ഈ ബീച്ചിലേക്ക് ഓരോ സൈഡിലും നമുക്ക് എൻട്രൻസ് ഉണ്ട്, അങ്ങോട്ട് പോവാം. കണ്ടോ, അങ്ങോട്ട് മാത്രം കുറച്ച് ലൈറ്റ് ഉണ്ട്, ബാക്കി എല്ലാവിടെയും ഡാർക്കായിട്ടുള്ള. അങ്ങോട്ട് ആ അറ്റത്തേക്കുള്ള ബിൽഡിംഗ് ഒന്നും കാണുന്നേ ഇല്ല, കാരണം അത്രയും ദൂരമുണ്ട്. കണ്ടോ, ഏറ്റവും അറ്റത്തുള്ളത് കണ്ടോ, അവിടെ അങ്ങോട്ട് പിന്നെയുണ്ട് മൂടിക്കിടക്കുന്ന നമുക്ക് കാണുന്നത്. ഈ ബീച്ച് നോക്കി എന്തോരം ലെങ്താ. അവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന് ഇങ്ങനെ വിശാലമായി കിടക്കുവാണ് കേട്ടോ, ആ അറ്റം വരെ കിടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വിൻ്റർ കഴിയുന്നുള്ളൂ, അതായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്രൗഡഡ്. അല്ലാത്ത ആരും ഇല്ലല്ലേ, നമ്മൾ മാത്രമേ ഈ തണുപ്പത്ത് ഇതുവഴി നടക്കുന്നുള്ളൂ ജാക്കറ്റ് ഇട്ടിട്ട്. അതെ, അല്ലാതെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. ആ അതെ, 2-3 അങ്ങ് ദൂരെ കണ്ടോ, ഇവിടെ ഉണ്ടോ ഒരു പെങ്കൊച്ച്. പക്ഷെ അടിപൊളി, സമ്മറിലെല്ലാം ഭയങ്കര ലൈവ്ലി ബീച്ചായിട്ടുണ്ടാവും. ആ നല്ല വേവ്സ് ഉണ്ടല്ലോ ബീച്ചിന്. എവിടെ? ഓ ആ, ആക്ച്വലി നമ്മളിവിടെ നടക്കുമ്പോഴേ അറിയുന്നുണ്ട്, ഫുൾ നനഞ്ഞിരിക്കുക. ഇവിടെ മണലല്ല, ഇങ്ങനെ നനഞ്ഞ ആ ഒരു ഇതിലാ നമ്മളിവിടെ നടക്കുമ്പോൾ. കണ്ടോ, ആ എന്ത് രസമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ച്. ഓ, നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഒരു ബീച്ച് കാണാൻ കൊതിക്കും നമ്മൾ. എന്ത് ക്ലീൻ അല്ലാത്ത ബീച്ചാണ് നമ്മുടെ നാട്ടിൽ, ഫുൾ വേസ്റ്റ് എല്ലാം അടിഞ്ഞ്. നമ്മൾ ഇവിടെ അങ്ങോട്ട് വേസ്റ്റ് ഇടാത്തതുകൊണ്ട് തിരിച്ച് കടൽ നമുക്കും വേസ്റ്റ് തരുന്നില്ല. നോക്ക്, നല്ല രസമില്ലേ, അടിപൊളി. വാ, നല്ല തിരയുണ്ട് കേട്ടോ. അന്ന് ഞാൻ പോയ ബീച്ചൊക്കെ ഇങ്ങനെ ഉറങ്ങി കിടക്കുമായിരുന്നു നെതർലൻഡ്സിലൊക്കെ. ഇവിടെ നല്ല നല്ല തിരമാല അടിക്കുന്ന ബീച്ചാണ്. അപ്പോൾ ഐസായിട്ടിരിക്കുന്ന തണുപ്പായതുകൊണ്ട് ആരും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങൂല. അല്ലെങ്കിൽ ഫുള്ള് എല്ലാവരും സമ്മറിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ബീച്ച് എന്നാലും വൈബായിരിക്കും, ഫുള്ള് എല്ലാവരും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി സെറ്റായിരിക്കും. അവിടെ നോക്കി നല്ല രസമുണ്ട്, അവിടെ മാത്രമേ ഒരു ലൈറ്റിംഗ് ഉള്ളൂ. സമ്മറിൽ പക്ഷേ എനിക്ക് തോന്നുന്നു സൺസെറ്റ് പൊളിയായിരിക്കും. ഇപ്പം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അപ്പോൾ സമ്മറിൽ എന്തായാലും ഉറപ്പായും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. ഈ ഒരു ഫ്ലാറ്റിൽ നിന്നൊക്കെ ഉള്ള വ്യൂ അതും നൈസായിരിക്കും. ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക, നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര റിഫ്രഷിങ്, ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. തിരത ഇങ്ങോട്ട് ഒരു ഡോഗ് ഓടി നോക്കി, നല്ല രസമുണ്ട്. അതിന് ഭയങ്കര സന്തോഷം, ബീച്ചിൽ കറങ്ങി നടക്കാൻ അതിന് ഭയങ്കര ഇഷ്ടം. ഒരൊറ്റ ഓട്ടാ. ഇപ്പം ആരും ഇല്ല കമ്പനിക്ക്, പ്ലെയിൻ ആയിട്ട് കിടക്കുക. സോ അതിന് ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. വേറെ ഡോഗ്സോ വേറെ ആൾക്കാരൊന്നും ഇല്ല. ബീച്ച് മൊത്തം ഫ്രീ ആയിട്ട് കിടക്കാം. പക്ഷെ എന്ത് ബ്യൂട്ടിഫുള്ളാന്നറിയോ, ഈവൻ ആ ഓരോ ബീച്ച് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ബീച്ചാ, പക്ഷെ അതിവിടെ അത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്നോണ്ട് അതിന്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയേ, ഇപ്പം ഇച്ചിരി ലേറ്റ് ഒക്കെ വന്നു കേട്ടോ. നോക്ക്, ബ്യൂട്ടിഫുൾ അല്ലേ. ആ ഒരു ക്ലീൻനെസ് കാരണമായിരിക്കും ആ ബ്യൂട്ടി നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അവിടെ അത്യാവശ്യം നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇത് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇപ്പം അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത്ര നേരം സൺലൈറ്റ് ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എന്താ ഭയങ്കര ക്ലൗഡിയാന്നാ. ഇപ്പോൾ ദേ പെട്ടെന്ന് ഈ സൈഡ് മാത്രം ക്ലൗഡി, ഇവിടെയൊക്കെ ക്ലൗഡ് മാറിയത് സണ്ണെല്ലാം വന്ന്. കണ്ടോ, നോക്ക്, ഞാൻ ആഗ്രഹിച്ചു സണ്ണെല്ലാം വരണമെന്നൊക്കെ, അതേപോലെ നടന്നു. ബീച്ചൊക്കെ ദേ തിളങ്ങുന്നു, ഭയങ്കര സിൽവർ കളറിൽ ആ ലൈറ്റ് അടിച്ചപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ വന്നപ്പോൾ ഒരു ലൈറ്റും ഇല്ലാതിരുന്നു അല്ലേ, ഫുൾ ക്ലൗഡി ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നിഴല് കണ്ടോ, വെയിലെല്ലാം അടിച്ച്. ഓ, വെയിലൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷം. അതെ, ഭയങ്കര ക്ലീൻ ആയിരിക്കും കണ്ടോ സണ്ണൊക്കെ. ഓ അതുണ്ടാവും. അതിപ്പോ നാട്ടിൽ ഏതൊക്കെ ബീച്ചിൽ പോലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബെറ്റർ ആന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ക്ലീൻ ആന്ന് തോന്നുന്നു. അതെ, വർക്കലയിലും ചില ബീച്ചെല്ലാം നല്ല ക്ലീനാ.
അവിടെ കേരളത്തിലിപ്പോ പണ്ട് ഫോട്ടോ വെച്ച് വരുന്ന പോലെ ഇപ്പോ വർക്കലയിലാ ഫോറിനേഴ്സ് കുറെ പേര് വരുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുമാത്രം നല്ല സ്ഥലങ്ങളാ. അതെ, ഒന്ന് clean ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ നാട്ടിൽ പോയി ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ നാട് ക്ലീൻ ആയിരുന്നെങ്കിൽ നമ്മുടെ നാടായിരിക്കും ഏറ്റവും അടിപൊളി കാണാൻ, അല്ലേ? എല്ലാം കൊണ്ടും അതെ. മലമ്പുഴയ്ക്ക് പോയിട്ടോ. ആ മലമ്പുഴയുടെ പുറകുവശത്തുണ്ടല്ലോ, അണക്കെട്ടിന്റെ പുറകുവശത്ത് അവിടെ എന്ത് നല്ല സാധ്യതകളാണെന്നറിയാം. അവിടെ ഒന്ന് സേഫ് ആയിട്ട് കെട്ടിയാൽ ഇതിനേക്കാളൊക്കെ എത്ര രസമായിട്ട് കിടക്കും. സത്യം. ബീച്ചിൽ നിന്ന് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇതെന്താ, അച്ചാറാണോ? എന്താ, ബീഫാണോ? ബീച്ചിൽ നിന്ന് ഞാൻ അങ്ങനെ തിരിച്ചു വന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുക, അമേരിക്കയിലും എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും തന്നെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഹായ്, ഹലോ, എന്തുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം. നല്ല വിശേഷം. അരുണമ്മയുടെ അത്രയും ഫേമസ് ഒന്നും അല്ല കേട്ടോ. അയ്യോ, അതെ അതെ അതെ, എന്നാ രണ്ടുപേരും ഓക്കെ. 41 രാജ്യങ്ങൾ കവർ ചെയ്തെന്നുള്ളതൊക്കെ സ്വപ്നമാണത്. അതെ, കുറെ ആൾക്കാർക്ക് പറ്റാറില്ല യാത്ര ചെയ്യാൻ. പക്ഷെ ഞാൻ എന്റെ പാഷന്റെ പുറകെ മാത്രം പോകുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അറിയില്ല. ലോൺ അടയ്ക്കുന്നതിന് പുറകെ പോകുന്നു. അയ്യോ, അതെ, ആളുടെ വീഡിയോസ് ഫുൾ അഡ്വൈസ് ആണ്. ഏതൊക്കെ ടൈപ്പ് എല്ലാം പ്രായപരിധി ഉള്ളവർക്കും അഡ്വൈസ്. എന്താ ഒരു അഡ്വൈസ് തരാനുള്ളത്? അഡ്വൈസ് അല്ല ഈ പറയുന്നത്. ഇത് നമ്മൾ മിടുക്കനായതുകൊണ്ടല്ല അഡ്വൈസ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആളെന്ന രീതിയിലാണ് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്. എല്ലാം പണി കിട്ടിയപ്പോ നമുക്ക് എല്ലാം മനസ്സിലാവും എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അബദ്ധങ്ങൾ പറ്റിയോണ്ടാണ് ഈ അബദ്ധങ്ങൾ പറഞ്ഞു തരുന്നത്, അഡ്വൈസ് അല്ലത്. അതെ, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആളുടെ വീഡിയോസ് ഞാൻ പണ്ടോട്ടേ കാണാറുണ്ടായിരുന്നു, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എനിക്ക് തന്നെ കുറേ പേര് ഷെയർ ചെയ്ത് തരും. അപ്പൊ എനിക്ക് തന്നെ കുറേ നമ്മളെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പേര് ഞാൻ പറഞ്ഞ ഷിനോത്ത് അല്ലേ? നാട്ടില് പത്തനംതിട്ട. ഓക്കെ, ഇവിടെ ഒരു 14 വർഷമായിട്ട് ഇവിടെ തന്നെ ന്യൂയോർക്കില്. ഓക്കെ, ഫ്രാങ്ക്ലിൻ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ നമ്മള് കുറച്ചു നേരമായി നമ്മളിങ്ങനെ വീഡിയോ എടുത്തില്ലായിരുന്നു എന്നുള്ളൂ. കുറെ നേരമായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും എൻ്റെ ട്രാവൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളിങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. നൈസ് ടു മീറ്റ് യു. വന്നതിലും ഞങ്ങളെ കണ്ടതിലും ഒക്കെ വളരെ സന്തോഷം. എനിക്കും ഭയങ്കര സന്തോഷം. ഡിന്നർ അപ്പം കഴിക്കാൻ പോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഇവരെന്നിട്ട് എന്നോട് പറയാം ഐറ്റംസ് ഒക്കെ കുറവാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും ഐറ്റംസ് കാണുമ്പോൾ തന്നെ എന്താ പറയുക, കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. പഴംപൊരി ഉണ്ട്, ചമ്മന്തി, ചെമ്മീനാണോ അതോ തേങ്ങാ ചമ്മന്തി, മോരുകറി. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളുടെ വീട്ടിലൊരു പ്രധാന ഡിഷാണ് അത്, ദേശീയ ഭക്ഷണമാണ്. പിന്നെ മുട്ട, പിന്നെ എന്താ പറയാ, അയലയാണോ? അയലല്ലോ, വേറെ ഏതോ, ഇപ്പൊ അയല ഇങ്ങനെ പരന്ന് കിടക്കൂല, അത് മീനുണ്ട്. പിന്നെ ബീഫ് ഉണ്ട്. ഇത് എന്താന്ന് എനിക്ക്, മഷ്റൂം ഉണ്ട്. ബ്രോക്കോളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രോക്കോളി ഉണ്ട്, ചോറുണ്ട്. അപ്പോൾ അതേ ഫുഡ് കഴിക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് എനിക്കിനി വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചിക്കാഗോയിലാണ് കേട്ടോ നിൽക്കുന്നത്. ചിക്കാഗോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഷിനോത്ത് ആളെയൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് ഞാൻ ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിൽ എൻ്റെ ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങി. ഭയങ്കര ടയർഡാട്ടോ. അതുകൊണ്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ നിന്ന് ലാസ്റ്റ് നല്ലപോലെ ഒരു ഉറക്കം ഉറങ്ങി. അതിനുശേഷം ജെറ്റ് ലാഗും അല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉറക്കം സെറ്റായിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഞാൻ ചിക്കാഗോയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഞാനിതാ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ 7:15 ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. 7:30 ലാൻഡ് ചെയ്യേണ്ടത്. 15 മിനിറ്റ് മുന്നേ തന്നെ ലാൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് വരാൻ 8:45 ആവും. അതുവരെ ഞാനിവിടെ പോസ്റ്റ് അടിച്ച് ഇരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ബാഗേജ് ഉണ്ടായില്ല, ബാഗേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ എനിക്കൊരു പണിയെല്ലാം കിട്ടി. ഇത് കണ്ടോ, ഞാൻ $99, അതായത് $100 കൊടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക ഇത് റെഡിയാക്കി. എൻ്റെ കയ്യിൽ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ കാർഡ് പേയ്മെൻറ്റ് ഉണ്ടായുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കാർഡ് വർക്കാവുന്നുണ്ടായില്ല. എന്നിട്ട് അവിടെ ഉള്ളവർക്ക് ഞാൻ $100 ക്യാഷ് കൊടുത്തിട്ട് ഒരു പുള്ളിക്കാരി ആപ്പിൾ പേ ചെയ്തിട്ടാണ് എനിക്ക് സെറ്റായത്. അങ്ങനെ ഞാനപ്പോൾ വെറുതെ, അതായത് $100 എന്ന് പറഞ്ഞാൽ ഒരു 8500 രൂപ വരും ഇന്ത്യൻ റുപ്പി. ആ ബാഗിന് മാത്രം കേട്ടോ. ആകെ 10 kg എനിക്ക് ടോട്ടലുള്ളൂ. എന്നിട്ട് എനിക്ക് അത്രയായി. ഫ്ലൈറ്റിന് വേറെ ഭയങ്കര എക്സ്പെൻസീവ്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൈസ കേട്ടോ.
തൊട്ട് കഴിഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ പൈസ. നമ്മൾ എന്തിനാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് കഴിക്കാനും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ബാക്കി എന്താ പറയുക, ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോഴായാലും ബാഗേജ് വന്നാലോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പൈസയായിരിക്കും വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ബസ്സിനാണെങ്കിലും ഫ്ലൈറ്റിനാണെങ്കിലും എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ചിക്കാഗോ 1 അവർ വീണ്ടും പുറകിലാണ്. അതായത് ഇന്ത്യയായിട്ട് എനിക്ക് തോന്നുന്നു 10.5 hours ഡിഫറൻസ് ഉണ്ട്. ന്യൂയോർക്കിൽ 9.5 ഡിഫറൻസ് ആയിരുന്നു, ഇപ്പോൾ 10.5 hours ആയി ഡിഫറൻസ്. ഞാനാണെങ്കിൽ പകുതി ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾ അറിയും ടയേർഡായിട്ട് ഉണ്ടാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങണം ഇന്ന്. എനിക്ക് ഉറക്കം റെഡി ആവണില്ല, ടൈം മാറിയിട്ടാന്ന് തോന്നുന്നു, എന്തുണ്ടായെന്നറിയില്ല. സാധാരണ എനിക്ക് ഉറക്കം എല്ലാവരുടെയും എങ്ങനെ ടൈം മാറുമ്പോഴും പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഉറക്കം ഇങ്ങോട്ട് സെറ്റാവുള്ളൂ. ഉറങ്ങി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എണീക്കുക, വെറുതെ എണീക്കുക. അതുകൊണ്ട് അയ്യോ ഉറക്കം വരുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറി ഞാൻ ചത്ത് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാണ് ഞാൻ ആലോചിച്ചത്. ഫ്ലൈറ്റിൽ കയറി 1 മണിക്കൂർ ഫ്ലൈറ്റ് ആണെങ്കിലും ഞാൻ ഉറങ്ങാറുണ്ട്, 45 minutes ആണെങ്കിലും ഞാൻ ഉറങ്ങാറുണ്ട്. എൻ്റെ അമ്മോ, ഇന്ന് ഉറക്കം ഒന്ന് സെറ്റായിട്ടില്ല. ഇന്ന് രാത്രിയെങ്കിലും നല്ലപോലെ ഉറങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എനർജി ഇല്ല, സംസാരിക്കാൻ എനർജി ഇല്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ തളർന്നു പോവാണ്. ഹായ്, ഹൗ ആർ യു? ഓക്കെ. പുള്ളിക്കാർക്ക് ഓൾറെഡി ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ആക്ച്വലി എൻ്റെ ഡോഗിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഐ വാസ് സേയിങ് അബൌട്ട് ദ ഡോഗ്. യു ഓൾസോ ഹാവ് 2 dogs. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആള് അലാസ്കയിലാണ് കേട്ടോ വീട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു കമ്പനി കിട്ടി. ഓക്കെ, നൈസ് ടു മീറ്റ് യു. എയർപോർട്ടിൽ വന്ന് എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്ത് 9 മണിക്കാണ് വന്നത്. ഞാൻ 7:15 ഞാൻ എത്തിയതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട് ജൂഡ് അല്ലേ? നാട്ടിലെവിടെയാ? തോപ്പുംപടി, കൊച്ചി, എറണാകുളം അല്ലേ? ഇവിടുത്തെ ലൈഫ് എങ്ങനെ പോകുന്നു? USA ലൈഫ് അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഇപ്പൊ എന്തായാലും തണുപ്പൊന്നും മാറിയിട്ടില്ല. പക്ഷെ നല്ല വെയിലടിക്കുമ്പോ തന്നെ തണുത്ത കാറ്റുണ്ടെങ്കിലും വെയിൽ കിട്ടുമ്പോ ഒരു സമാനം. ഇന്നത്തെ ക്ലൗഡ്സ് ആണെങ്കിലും അത്യാവശ്യം നൈസാന്ന് തോന്നുന്നു. നമ്മള് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ സബ്വേയിൽ വന്നിട്ട് ഒരു റാപ്പൊക്കെ കഴിച്ചു. എന്നിട്ട് ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ചിക്കാഗോയിൽ ആക്ച്വലി കറക്റ്റ് ചിക്കാഗോയിലല്ല ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അല്ലേ? കുറച്ച് ലോങ് അല്ലേ? ഷാംപിയനോ? ഷാംപെയിൻ, ഷാംപെയിൻ അവിടെയാണ് അപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് ക്ലൗഡ്സ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആണ് കേട്ടോ, നല്ലതാണ്. പക്ഷെ നല്ല ഐസായി പോകുന്ന കാറ്റുണ്ട്. നോക്ക്, എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാറ്റടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. ഞാനാണെങ്കിൽ ഭയങ്കര ടയർഡായതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ജസ്റ്റ് കണ്ടിട്ട് റൂമിലേക്ക് പോകാനാണ് ഓർക്കുന്നത്. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്? നേവി പിയർ. ഓക്കെ ഓക്കെ, നേവി പിയറിലൊക്കെയാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. എനിക്ക് എനർജി ഇല്ല കേട്ടോ പറയാൻ, സത്യം. ഞാനിങ്ങനെ ഇപ്പോൾ ഫുഡും കൂടെ കഴിച്ചപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗോ. ആക്ച്വലി നമ്മുടെ പ്ലാന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട്ടിലേക്ക് തന്നെ പോകാൻ ഓർത്തു. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, സംസാരിക്കാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയി റെസ്റ്റ് എടുത്ത് എന്താ പറയുക, ഹറിബറി അല്ലാണ്ട് സമാധാനമായിട്ട് ട്രാവൽ ചെയ്യാന്ന് വെച്ചു. കുറച്ച് ദിവസമായി ഞാൻ ഉറക്കം സെറ്റാവാത്തതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ പോവാം ഇവിടുന്ന് അങ്ങോട്ട്. പക്ഷെ ഇവിടുന്ന് ഇനി 2.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ എനിക്കൊരു നാപ്പ് എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. കാറിൽ കയറിയതേ ഓർമ്മയുള്ളൂ, ഞാൻ ചത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ ഞാനിതാ ഇവിടെ എത്തി. ഞാനിത് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ കുറേ ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. സോ ഞാൻ കിടന്നുറങ്ങി, കുളിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജൂഡ് അല്ലാതെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ 3 പേരും കൂടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. എവിടെയാ ആള്? എവിടെ? ഓക്കെ 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 ഓക്കെ. ഞാനാണെങ്കിൽ അജ്മലിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇറങ്ങുമ്പോ കാണാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കാർ വാഷ് ചെയ്യാനാ? ഇത് നോക്കിയേ, ഇന്ന് അടിപൊളിയാണ് കേട്ടോ. സണ്ണെല്ലാം. സൺസെറ്റ് ഇവിടെ എത്ര മണിക്കാ? സൺസെറ്റ് ഓക്കെ, എന്നാലും എക്സാക്റ്റ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് 7:30 ആവും. അപ്പൊ ഇന്ന് ഇവിടെ ഭയങ്കര കാറ്റും തണുപ്പുമാണ്, പക്ഷെ നല്ല സണ്ണും ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളി.
നോക്കി എന്തോ ഒരു വലിയ റോഡാ, നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ എന്തോ കൃഷിയിടങ്ങൾ പോലെ ഇരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഇപ്പൊ ഒന്നും കൃഷി കാണുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു ഗ്രീൻ കളറില്. ആ ഗ്രാസ് ലാൻഡ്സ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോ അടിപൊളി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇതേ കാറൊക്കെ കഴുകി, കാറൊക്കെ കുട്ടപ്പനായിട്ടുണ്ട്, അടിപൊളിയാണ്. അവിടെ പോയി ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കഴുകുന്നതാണ്, കണ്ടോ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ജൂഡില്ലേ, ആളുടെ ഷോപ്പാണിത്. ടോഗോ ആണോ ടൂഗോ ആണോ? ടൂഗോ. ഓക്കെ ടൂഗോ. അപ്പോൾ ടൂഗോ ഭാരത് പെട്രോളിയോ? ഇതെന്താ? ബ്രിട്ടീഷ് പെട്രോളിയം. ഓക്കെ, ഇവിടെയും BP ആണോ? അപ്പോൾ ഇത് ഇവിടെ മറ്റേ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റേഷൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഷെല്ലിലൊക്കെ ഉണ്ട് ഇതുപോലെ. ഷെല്ല് അറിയില്ലേ? അല്ല, ഷെല്ലിലെല്ലാം ഇങ്ങനെ ഇതുണ്ട്, ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്. ഒരുപാട് ഇതല്ല, ഗ്യാസ് നമ്മൾ തന്നെ. അപ്പൊ ഇത് ആളുടെ ഷോപ്പാണ് കേട്ടോ, അല്ലേ? അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മലയാളിയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഹായ്, ഇത് ശ്യാം അല്ലേ? എന്തിന്റെ വിശേഷം? ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്നാക്സ്, സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ പിന്നെ ഫ്യൂൽ സ്റ്റേഷനിലാണ് എന്താ പറയുക, അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ആക്ച്വലി വീടൊക്കെ ഭയങ്കര ലീഗലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഇത് വെയ്റ്റ്സിൻ്റെ ഒക്കെ സെക്ഷൻ. ഇവിടെ നമുക്ക് എന്താ ബോങ്ക് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ മറ്റേ വീടെല്ലാം നമുക്ക് റോൾ ചെയ്തിട്ട് തന്നെ വലിക്കാനൊക്കെ പറ്റും അല്ലേ? ഇവിടെ ലീഗലാണല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് വീട് ഇങ്ങനെ ഇതാക്കി വെക്കും. എല്ലാവരും പറയും നാട്ടിൽ കഞ്ചാവോ അല്ലേ, അങ്ങനെയാ പറയാ അല്ലേ? ഭയങ്കര സീനാണത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സിഗരറ്റ് വലിക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തിയാന്ന് തോന്നുന്നു കഞ്ചാവ്. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ. പക്ഷെ സിഗരറ്റ് വലിക്കുന്നതായാലും കള്ളു കുടിക്കുന്നതായാലും കഞ്ചാവ് വലിക്കുന്നതായാലും ഒക്കെ അത് അതിൻ്റെതായ എന്താ പറയാ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ സിഗരറ്റ് വലിക്കുന്ന പോലൊക്കെ തന്നെയാണ് ഇതും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇതാണ്. പക്ഷെ ഇപ്പം ഞാൻ പോയ ആംസ്റ്റർഡാമിലാണെങ്കിൽ ലീഗലാണ്, തായ്ലൻഡിൽ ലീഗലാണ്, ജർമ്മനിയിൽ ലീഗലാണ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ലീഗലാണ്. അപ്പോൾ അതെ, സിഗരറ്റ് ലീഗലായ പോലെ തന്നെയാണ് കഞ്ചാവും അങ്ങനെ ലീഗൽ. പക്ഷെ നാട്ടിൽ കഞ്ചാവ് വലിയ എന്തോ ഒരു ഡ്രഗ്സ് പോലെയാണ് അല്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലിപ്സ്റ്റിക് ആണെന്ന്. പക്ഷെ ഇത് ലിപ്സ്റ്റിക് അല്ല, ഇത് ലൈറ്ററാണ്. നൈസായിട്ടുണ്ട് ഈ ലൈറ്റർ. അയ്യോ, ഇതെന്താ കത്താത്ത? അതേ കത്തുന്നു. നോക്ക്, അടിപൊളി, കൊള്ളാട്ടെ. വെറൈറ്റി സംഭവങ്ങളാണ് ഇത്. നോക്കി, ഇത് കാണുമ്പോൾ എന്തൊരു ബോക്സ് പോലെ ഉണ്ട്. €10. യൂറോന്ന് എൻ്റെ വായിൽ വരുന്നത്, ഡോളർ. അത് അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് വന്നതിൻ്റെ എഫക്റ്റാ. പക്ഷേ ഇതിങ്ങനെ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? അതേ കത്തുന്നത് കേട്ടോ. മറ്റേ ടൈപ്പ് സംഭവം, നല്ല ഷാർപ്പായിട്ട് വരുന്നത്, നല്ല രസമുണ്ട് ഇതിങ്ങനെയൊക്കെ. ഇതെന്താ, ഇത് അടുത്ത ലിപ്സ്റ്റിക്കാ? അതെ, ലിപ്സ്റ്റിക്ക് പോലത്തെ സാധനം. അത് അടപ്പുണ്ടല്ലേ അതിന്. ഞാൻ ചോക്ക് ഇത്രേ ഉള്ളൂ കണ്ടോ. പിന്നെ ഇവിടെ ബിയർ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ബിയറും അങ്ങനെ എല്ലാം മേടിക്കാൻ കിട്ടും കണ്ടോ. ഹെൻകിനും അങ്ങനത്തെ എല്ലാ ബിയറും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ക്യൂ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെ മേടിക്കുന്നത് വലിയ പാടാ. അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാം കേട്ടോ. ഫിഷ് എല്ലാം മേടിക്കാൻ വേണ്ടി, കുക്ക് ചെയ്യാൻ വേണ്ടി. ജൂഡോ അടിപൊളി കുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട്. അതെ, ഏതോ ഒരു ഫിഷ്, ആ വൈറ്റ് ഫിഷ് മേടിച്ചല്ലേ, ഏതാ? സിൽവർ പമ്പാനോ. ഇവിടെ $12 കേട്ടോ അതിന് വരുന്നത്. സിൽവർ പമ്പാനോ. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ള മീനല്ലേ? ഇതിന്റെ പേരെന്താ? നമ്മുടെ നാട്ടിലെന്താ ഇതിന്റെ പേര്? ആവൂലിയാണോ അത്? വറ്റ. വറ്റ. എനിക്ക് മീനുകളുടെ പേര് ഭയങ്കര വീക്കാ. ഞാൻ അതില് എനിക്ക് അറിയില്ലല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട്. അച്ഛൻ വരെ നമുക്ക് ഇത് റീൽസിൽ കാണാറുണ്ട് ഈ സാധനം. എന്താന്ന് എനിക്കറിയില്ല. കണ്ടാ, എല്ലാ ടൈപ്പ് സാധനം, വീരാലി ഉൾപ്പെടെ. എന്താ പറയാ, മറ്റേ ഇതുണ്ടല്ലോ സ്ക്വിഡ്, പല ടൈപ്പ് പല ഷേപ്പിൽ എല്ലാ സ്ക്വിഡും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. പിന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി നമ്മുടെ കല്ലുമ്മക്കായ, കക്ക, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക, എരുന്തോ അങ്ങനെ എന്തോ പറയും. അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു ചൈനീസ് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ആക്ച്വലി നമുക്കിങ്ങനെ ഭയങ്കര സ്മെല്ല്, ഒരു വിയേർഡ് സ്മെല്ലുണ്ടാവും എല്ലാതും ഇങ്ങനെ വെച്ചിട്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റിലെ പോലെയല്ല. മീൻ മുട്ട.
ഇതെന്ത് എക്സ്പെൻസീവ് ആ സാധനമാണോ അത്? അല്ല ഇത് അത്ര എക്സ്പെൻസീവ് അല്ല എന്നാലും ഓക്കെ. അല്ല ഈ കറുത്ത സാധനം എന്തോ അങ്ങനെ എക്സ്പെൻസീവ് ആന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലേ മീനിന്റെ മുട്ട? കറുത്ത കളറിലാണോ മുട്ട ഉണ്ടാവുക? അപ്പൊ ഇത് എന്തിന്റെ മുട്ടയാ? പല ടൈപ്പ് ഉണ്ട്. ഇത് എഴുതിക്കുന്നുണ്ടോ ടൊബിക്കോ ബ്ലാക്ക്. അല്ല അത് നമ്മുടെ നാട്ടിൽ മീൻ മുട്ട ഇങ്ങനെയല്ലല്ലോ, അതെന്താ? അതും പല ആൾക്കാരും മീനിന്റെ മുട്ട ഒക്കെ എടുത്ത് കളയും, മത്തീന്റെ ഒക്കെ എടുക്കോളൂ. ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്. ഇവരിത് റോ ആയിട്ട് കഴിക്കും. ഇവിടെ റോ ആയിട്ടോ? ഓ, അത് പച്ച മഞ്ഞ കറുപ്പ് അങ്ങനെ വെറൈറ്റി സാധനങ്ങളാട്ടോ അവിടെ. നമുക്ക് സൂപ്പർ മാർക്കറ്റ് പോയാൽ തന്നെ ഒരു ഫുൾ വീഡിയോ എടുക്കാനുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. കുറെ വെറൈറ്റി സാധനങ്ങൾ കാണാം. റോ ആയിട്ട് കഴിക്കുന്നത്. ഓ, സൂഷിന്റെ സാധനങ്ങള്. ഞാൻ സൂഷി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെ റോ ആയിട്ട് ഓൾറെഡി പിക്കിൾഡാ. റോ ആയിട്ട് ഇത് കണ്ടോ, സൂഷിയിലെല്ലാം വെക്കുന്ന പോലെ മൊത്തം കണ്ടോ. ഇതൊക്കെ ഇതൊരു സെറ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ള്. ഓ, അതിങ്ങനെ കഴിക്കും? അത് പച്ചക്ക് കഴിക്കും? അപ്പൊ അത് പച്ചക്ക് കഴിക്കും? ചുമ്മാ സോസിൽ മുക്കിയും കഴിക്കുമോ? ഓ, അത് എനിക്ക് ചിലതെനിക്ക് എനിക്ക് വേണ്ട. ഞാൻ സൂഷി എല്ലാം കഴിച്ചിട്ടുണ്ട്. നമ്മള് രാത്രി 1 മണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. ഇപ്പോഴാണ് ഇവിടെ തണുക്കുന്നത്. രാത്രി ഭയങ്കര തണുപ്പ്. ഞാൻ എന്താ ഡിഗ്രി കാണിച്ചു തരാം കേട്ടോ. നോക്ക്, -2 ഡിഗ്രി. ഫീൽസ് ലൈക്ക് -6 ആണ് കേട്ടോ ഇപ്പൊ സമയം. അതെ, ഇവിടെ തണുപ്പാണ് എന്നാലും ഇത്ര ആവുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നോക്ക്, ശരിക്കും -6. ഓ, കുറച്ച് കഴിയുമ്പോ വീണ്ടും കുറയുന്നുണ്ട്. -7 -8 ഒക്കെ ആവുന്നുണ്ട്. ഇവിടെ ഫാരൻഹീറ്റ് ആണ് കേട്ടോ അല്ലേ കാണിക്കുന്നത്, സെൽഷ്യസ് അല്ല. സെൽഷ്യസ് ഞാൻ ഇതില് മാറ്റിയതാണ്. ഫ്രീസ് വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിലോമീറ്ററിന് പകരം പുറത്തെല്ലാം നല്ല തണുപ്പായിരുന്നു. സോ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.